അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ നമുക്ക് എടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ. അത് നല്ല വൃത്തിക്ക് അതിൽ കഴുകണം. അതിൽ മുങ്ങുന്ന രീതിയിൽ ഒഴിച്ച് വെക്കാം കേട്ടോ കുറച്ച് നേരം. അതിനുശേഷം ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് കോൺഫ്ലവറും ഒരു കപ്പ് മൈദപ്പൊടി എടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കോളിഫ്ലവറിൽ കഴുകി വെച്ച് അത് ഇടാം കേട്ടോ. അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിടണം കേട്ടോ. മുട്ടയും പൊട്ടിച്ച് നല്ല വൃത്തിക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുന്ന സമയത്ത് നമുക്കൊരു 2 ഉള്ളി കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ടൊരു ഫ്രൈ പാൻ വെക്കാം. നല്ലൊരു ഫ്രൈ ചെയ്യാൻ പറ്റുന്ന പാനായിരിക്കണം, അടിക്കൊന്നും പിടിക്കാതെ. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഏത് ഓയിൽ യൂസ് ചെയ്യുക, കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യേണ്ട അത്രയും ടൈം വേണ്ടി വരും കേട്ടോ ഇതിന്. അങ്ങനെ മാരിനേഷൻ ചെയ്യുന്നത് കുറേ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു ഉള്ളി മുറിക്കുന്ന സമയം, ആ സമയത്തിനുള്ളിൽ ഇത് നല്ല വൃത്തിക്ക് പിടിക്കും കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ. അതിനുശേഷം നമ്മൾ ഈ പൊരിച്ചത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ആ പൊരിച്ചത് മാറ്റി വെക്കുന്ന ടൈം തന്നെ നമുക്ക് എന്താക്കാം, ഒരു ബൗൾ വേറെ എടുക്കാം കേട്ടോ. ആ ബൗളിലേക്ക് 2 സ്പൂൺ ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു 1/2 സ്പൂൺ സോയ സോസ്, കുറച്ച് നിങ്ങൾ എരിവിനനുസരിച്ച് ചില്ലി സോസ്, ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ടാൽ അതും കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കട്ട പിടിക്കാതെ മിക്സ് ചെയ്യണം കേട്ടോ. കട്ട പിടിക്കാണ്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത അതേ ഓയിലേക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ നല്ലത്. ഞാൻ ഇത് കട്ടാക്കി എടുത്തതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ മതിയാവും. അതിലേക്ക് തന്നെ നല്ലോണം വാടാനൊന്നും വേണ്ട കേട്ടോ. ഒരു ചില്ലി പോലെ നമുക്ക് ആയാൽ മതി. ഒരു 2 ഉള്ളി, 2 പച്ചമുളക് കേട്ടോ. കുട്ടികളെല്ലാം തിന്നുമ്പോൾ കുറച്ച് എരിവല്ലേ കുറവല്ലേ വേണ്ടത്, നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ആ ഉള്ളി വാടുന്നത് അതിന് വേണ്ടത്ര കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് ഒന്ന് വാടിയാൽ മതി കേട്ടോ. നല്ല ബ്രൗൺ ആകുന്നത് പോലെ ഒന്ന് വാടണ്ട കേട്ടോ. അതിനുശേഷം ഈ ഫ്രൈ ചെയ്ത കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സോസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് തിള വരുന്നവരെ നമ്മൾ പൊത്തി വെക്കാം കേട്ടോ. പൊത്തി വെച്ച് തിളച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.